ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ നമ്മുടെ ഗംഗാധര മേനോൻ വരികയാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ വഷളാകുമെന്ന് മനസ്സിലാക്കിയ ഗംഗാധര മേനോൻ കൈതക്കിലേക്ക് വരികയാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് ശിവശങ്കര മേനോനെ വിളിച്ചു. ഫോൺ കിട്ടിയില്ലല്ലോ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പൊ നേരെ മനുവിനെ വിളിച്ചു കാര്യം പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു. മനു ഫോണൊക്കെ കട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ അലീനയും പാർട്ടീസും ആണെങ്കിൽ ഭയങ്കര കറക്കവും കാര്യങ്ങളും നല്ല സന്തോഷത്തിൽ നടക്കുകയാണ്. അപ്പൊ അച്ഛൻ ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് വന്നാലും കുഴപ്പമില്ലെന്നുള്ള മട്ടിലാണ് നമ്മുടെ കൃഷ്ണമോളല്ല സോറി ബബിത. അപ്പം അച്ഛൻ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ എന്തായിന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബബിത പറഞ്ഞു, അച്ഛൻ പതുക്കെ വരട്ടെ, അച്ഛന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും കൃഷ്ണമോൾ, അയ്യോടി നീ എന്താ ഈ പറയുന്നത്? ഓ അപ്പം ബബിതേ നിനക്കിപ്പൊ പോണമെന്നൊന്നും ഇല്ലല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബബിത പറയുന്നുണ്ട്, അയ്യോടി നീ അങ്ങനെ പറയല്ലേ, നിനക്ക് ഇവിടുന്ന് പോണമെന്നുണ്ടോ? അത് പിന്നെ എനിക്ക് പോണം, എനിക്ക് സ്കൂളിൽ പോണ്ടേ. അപ്പോഴത്തേക്കും എനിക്കും പോണം, പക്ഷെ അച്ഛനില്ലല്ലോ, അപ്പൊ പിന്നെ നമുക്കിപ്പൊ അങ്ങോട്ടേക്ക് എന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അലീൻ പറഞ്ഞു, 2 പേരും നിർത്തിക്കോ, 2 പേർക്കും അച്ഛനോട് സ്നേഹമില്ലെന്ന് എനിക്ക് മനസ്സിലായി, ഇവിടുന്ന് പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. അച്ഛനെ വിളിച്ചപ്പോ എന്താ പറഞ്ഞെന്നറിയാമോ? ഇവിടെ മുഷിപ്പിച്ചിലുണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന്. ഇന്നൊരു ദിവസം കൂടെ നമുക്ക് തന്നിട്ടുള്ളൂ, ഇന്നൊരു ദിവസം എൻജോയ് ചെയ്യാനുണ്ട്, എന്നിട്ട് നമുക്ക് പോകാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അയ്യോടി അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ പോവോ? അപ്പം അലീന പറഞ്ഞു, അയ്യോടി ഇന്ന് തന്നെ പോവില്ല കേട്ടോ, ഞങ്ങൾ നാളെ അങ്ങ് പോകുമെന്ന് പറഞ്ഞു. ആണോ? എന്താ ഞങ്ങൾ ഇവിടെ സ്ഥിരതാമസത്തിന് വല്ലതും വന്നാണോ? അല്ല ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാനായിട്ട് നീ ഇവിടെ വല്ലതും ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അല്ല വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ എന്ത് പറഞ്ഞാലും ഗ്രേസി ആന്റിയും മാമച്ചനങ്ങളും കേൾക്കും, അത് ഉറപ്പാന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഏതായാലും ഇവരിങ്ങനെ ഉല്ലസിച്ച് കിന്നിരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ നമ്മുടെ രേവതിക്കുട്ടിയും അതുപോലെ തന്നെ നമ്മുടെ രോഹിത്തും കൂടെ തമ്മിലുള്ള ഒരു അടിയുണ്ടല്ലോ, ആ അടിയൊക്കെ മാറി കേട്ടോ. പതുക്കെ 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 ഇവര് ചെറിയൊരു എന്താ പറയാ, ഇവര് ഒരു ചെറിയ സ്നേഹമൊക്കെ വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സ്നേഹത്തിലൊക്കെ ആകുന്നുണ്ട്. ഈ രേവതിക്കുട്ടീനെ നമ്മുടെ രോഹിത്തിന് ചെറിയൊരു ഇഷ്ടമൊക്കെ വരുന്നുണ്ട്, അവരുടെ മനസ്സിൽ ഒരു ചെറിയ സ്പാർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിലായിട്ട് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ കൈതക്കൽ തറവാട്ടില് വരികയാണ്. ഇനിയിപ്പൊ പെങ്ങടെ വിഷയം ഗുരുതരമാണല്ലോ, അപ്പൊ അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണമല്ലോ. ബാലചന്ദ്രനാണ് അങ്ങ് സ്റ്റാൻഡിന്റെ അടുത്തേക്ക് പോയിട്ടുമുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാതെ ഇനിയിപ്പോ സമാധാനമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗംഗാധര മേനോൻ വന്നു. അങ്ങനെ ഗംഗാധര മേനോൻ വന്ന് വീട്ടുമുറ്റത്ത് വണ്ടി വളച്ചങ്ങ് നിർത്തി. അപ്പോഴത്തേക്കും അതിനു മുമ്പ് തന്നെ നമ്മുടെ ശിവശങ്കര മേനോനോട് മനു പറഞ്ഞായിരുന്നു, അല്ല അച്ഛനെ അങ്കിള് വിളിച്ചിട്ട്, ഗംഗാധരൻ അങ്കിള് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്നാണല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അവൻ എന്നെ വിളിച്ചായിരുന്നോ? അച്ഛൻ ചിലപ്പോൾ വക്കീലിനെ കാണാൻ വേണ്ടി കയറിയപ്പോൾ വല്ലതും ആയിരിക്കും വിളിച്ചത്, അപ്പൊ ഫോൺ എടുത്തില്ലെന്നാ ഇന്നിങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവൻ എന്തിനാ വിളിച്ചത്? അല്ല ഇങ്ങോട്ടേക്ക് ഗംഗാധരൻ അങ്കിള് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഓ അവൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം കാണൂലോടാ മനു എന്ന് പറയുമ്പം, കാരണം കാണുമായിരിക്കും. ഇവിടെയാണോ കാരണമില്ലാത്തത്? ഇവിടെ എന്തൊക്കെ കാരണം അച്ഛാ ഓരോ ദിവസവും പൊങ്ങി വരുന്നത്? ഇന്ന് എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണോ ഇവിടെ കിടന്ന് വൈജാന്റി അടി ഉണ്ടാക്കിയത്? അതുപോലെ ഇവിടെ കിടന്ന് എന്റെ അമ്മ അച്ഛനോട് മെക്കിട്ട് കയറിയത്? അതുപോലെ ഇവിടെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, എന്തെങ്കിലും കാരണം തന്നെ ഇങ്ങ് വരൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ശരിയാ, ഇപ്പൊ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന എന്റെ ആണല്ലോ, എന്തിനും ഏതിനും ഇപ്പം എന്നോടാണല്ലോ എല്ലാവരും ചോദിക്കുന്നത്. ഇപ്പം കമല എന്റെ തലയിൽ കയറുന്നു, അതുപോലെ വൈജ എന്റെ തലയിൽ കയറുന്നു, ഇനി ഗംഗേട്ടം വന്നിട്ട് എന്തിനായിരിക്കും എന്റെ തലയിൽ കയറാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഗംഗാധര മേനോൻ കാറൊക്കെ തിരിച്ചു വളച്ചു കുറുക്കി എടുത്ത് നേരെ വന്ന ഉടനെ തന്നെ നമ്മുടെ മനു അവിടെ ഉണ്ടായിരുന്നു. അങ്കിള് വന്നു എന്ന് ചോദിച്ചു. അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ശിവശങ്കര മേനോൻ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താടാ പെട്ടെന്ന് ഇങ്ങോട്ടൊരു വരവ്, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഏട്ടാന്നോട്ടോ വിളിക്കുന്നേ. എടാന്നല്ല, നമ്മുടെ ശിവശങ്കര മേനോന്റെ ചേട്ടനല്ലേ. അപ്പം എന്താ ഗംഗേട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാല് പ്രശ്നമുണ്ട്, ഫോണിൽ കൂടെ പറയാൻ പറ്റുന്നതല്ല, അത്രയ്ക്ക് സീരിയസ് ആണെന്ന് പറയുമ്പോൾ, സീരിയസോ? എന്താ ഇതിന് മാത്രം വലിയ പ്രശ്നം? അതൊക്കെ ഞാൻ നിന്നോട് പറയാം. ഏതായാലും ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന വിഷയമല്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോ, എന്താ വൈജയുടെ വല്ല പ്രശ്നമാണോ എന്ന് ചോദിച്ചപ്പം, വൈജയുടെ പ്രശ്നം തന്നെയാ, അതാണല്ലോ ഇപ്പൊ നമ്മുടെ വലിയ പ്രശ്നം എന്ന് പറയുന്നത്. പ്രശ്നമാകെ ഗുരുതരമാ, ഞാൻ അങ്ങോട്ടേക്ക് കയറി വരാന്ന് പറഞ്ഞു. എന്നാ പിന്നെ കയറി വരാൻ പറഞ്ഞപ്പോ ഈ സമയത്ത് നമ്മുടെ കമല വന്നിട്ട് നേരെ ചെന്ന് വൈജോട് പറഞ്ഞു, അല്ല നീ അറിഞ്ഞില്ലേ ഗംഗേട്ടൻ വന്നിട്ടുണ്ട്? അപ്പം ഗംഗേട്ടൻ എന്തിനാ വന്നത്? അതൊന്നും എനിക്കറിയില്ല, വന്നിട്ടുണ്ട്. ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്താണെന്നോ അല്ലെങ്കിൽ ഇവര് തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്നോ കേൾക്കാനായിട്ട് നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. ഇവര് കയറും, റൂം അടയ്ക്കും, സംസാരിക്കും. എന്തൊക്കെയാ സംസാരിക്കുന്നത് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. ഇവരെല്ലാവരും കൂടെ ഒറ്റക്കെട്ട് തന്നെയാ. അതിൽ ഇതിന്റെ ബാലചന്ദ്രനും ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെനിക്കറിയാം, എല്ലാവരും ബാലചന്ദ്രന്റെ സൈഡ് തന്നെയാ.
അല്ല വൈജയ്, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണേ. എല്ലാവരും ബാലചന്ദ്രന്റെ സൈഡാന്ന് പറയുന്നു. അല്ല, നിന്റെ ആങ്ങളമാരെന്താ നിന്റെ സൈഡ് നിൽക്കാത്തത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതൊന്നും എനിക്കറിയത്തില്ല. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, എന്നെ എങ്ങനെയെങ്കിലും ബാലചന്ദ്രന്റെ തലയിൽ കെട്ടിവെക്കണം എന്നാണല്ലോ ഇവിടെയുള്ള എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ നിൽക്കുന്ന ദേ ഈ കമലയെടുത്തി വരെ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്. കമലയെടുത്തി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കമലയെടുത്തിയുടെ ഭർത്താവ് ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നാല് കമലയെടുത്തി ഇരുകൈ നീട്ടി സ്വീകരിക്കുവോ, അതോ ചവിട്ടി പുറത്താക്കുവോ? ലാസ്റ്റ് അവളിവിടെ സ്ഥിരമാണെന്ന് പറഞ്ഞാല് അവക്കൊപ്പം ഇവിടെ ബാലചന്ദ്രന്റെ കൂടെ ബാലചന്ദ്രന്റെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ രണ്ടാം ഭാര്യയായിട്ട് ഇവിടെ താമസിക്കുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കമലയ്ക്ക് മറുപടി പറയാനില്ല. കമല പറഞ്ഞു, എനിക്കിതിന് മറുപടി പറയാനില്ല വൈജയ്. നിങ്ങളുടെ പ്രശ്നങ്ങളായി നിങ്ങളുടെ പാടായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. അല്ലാതെ ഞാൻ ഇതിന് എന്ത് പറയാനാ? എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിന്റെ മക്കളെ വേണമെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യ, നീ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യ. അല്ലാതെ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ പറയുന്ന പകുതി കാര്യങ്ങളും എനിക്ക് മനസ്സിലാവത്തില്ല. എന്നോട് പറയാതെയല്ലേ ഇവിടെ ആങ്ങളമാരും പെങ്ങളും ഒക്കെ കൂടി ചേർന്ന് സംസാരിക്കുന്നത്. അതിനിപ്പോ എനിക്ക് എന്ത് തീരുമാനം എടുക്കാനാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി നമ്മുടെ കമല കയറിപ്പോയി. ഏതായാലും കമല ഗംഗേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗംഗേട്ടൻ വന്നു കഴിഞ്ഞപ്പോ മുറുമുറുപ്പുണ്ടല്ലോ കമലയ്ക്ക്. കമലയാണെങ്കിൽ പെങ്ങളുടെ കാര്യത്തിന് തീരുമാനം ഉണ്ടാകാനായിരിക്കും അല്ലെ ഇപ്പം ആങ്ങളമാരെല്ലാം ഒത്തുകൂടിയേക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെന്തൊരു വർത്താനമാ കമലയെടുത്ത് ഈ പറയുന്നത്. പിന്നെ പെങ്ങളുടെ കാര്യത്തിന് ആങ്ങളമാരല്ലാതെ വേറെ ആരാ തീരുമാനം ഉണ്ടാക്കി കൊടുക്കണത്? അച്ഛൻ ഇപ്പൊ ഇല്ല, അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഞങ്ങളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ തീരുമാനം ഉണ്ടാക്കി ഇതുവരെ തീരുമാനം ഉണ്ടായില്ലേ? എന്റെ മോൻ അവിടെ കിടക്കുക. ഈ ശുഷ്കാന്തി അവിടെ കാണിച്ചിരുന്നെങ്കിൽ എന്റെ മോനെ ഈ പ്രാവശ്യമെങ്കിലും ജാമ്യം കിട്ടിയാനെ. ഇനി ദൈവം തമ്പുരാൻ അറിയാം എന്റെ മോന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന്. കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശിവശങ്കര മേനോൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക കമലെ, നീയേ പോയി കോഫി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. കോഫിയോ? അതെ, എത്ര കോഫി വേണം, ആർക്കൊക്കെ വേണം, ആദ്യം അത് പറ. അല്ലെങ്കിൽ ഓരോ കോഫിക്കായിട്ട് എന്നെ ഇവിടുന്ന് കമലയെ കോഫി, കമലയെ എനിക്കൊരു കോഫി, കമലയെ ഗംഗേട്ടന് ഒരു കോഫി, കമലയെ മനുവിന് ഒരു കോഫി, കമലയെ വൈജയ്ക്ക് ഒരു കോഫി എന്ന് പറഞ്ഞുകൊണ്ടേ അങ്ങനെ നടത്താൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ പൊന്നു കമലെ, നീ എല്ലാവർക്കും കൂടെ ഒരു കോഫി എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് നേരെ കമലേനെ പറഞ്ഞു വിടാണ്. കമല അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന് നന്നായിട്ട് അറിയാൻ കേട്ടോ. ചുമ്മാ കിടന്ന് കണെന്ന് പറയുന്നതല്ലാതെ കമലേനെ കൊണ്ട് വേറൊരു ഉപകാരമില്ല. ഏതായാലും ഈ സമയം നമ്മുടെ ഗംഗാധര മേനോൻ റൂമിലേക്ക് കയറി, ശിവശങ്കര മേനോന്റെ റൂമിലേക്ക് കയറി. അങ്ങനെ ശിവശങ്കര മേനോൻ ചോദിച്ചു, എന്താ ഗംഗേട്ട, എന്താ ഇത്ര പെട്ടെന്ന് വരാൻ കാരണമുണ്ട്. ഇപ്പം അവിടെ ബാലചന്ദ്ര മേനോൻ ഇല്ലല്ലോ. ഇല്ല, ബാലൻ അവിടെ ഇല്ല, ബാലേട്ടൻ എങ്ങോട്ടാ പോയി എന്നെങ്ങാണ്ടൊക്കെയാ പറയുന്നത്. എവിടെയാണെന്ന് അറിയില്ല, വല്ല ബിസിനസ് മീറ്റിങ്ങിനും ആയിരിക്കും പറഞ്ഞപ്പം ബിസിനസ് മീറ്റിങ്ങിന് ഏതായാലും ബാലചന്ദ്ര മേനോൻ എന്റെ കാണാൻ തമിഴ്നാട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബാലചന്ദ്ര മേനോൻ ഗംഗേട്ടനെ കാണാന് തമിഴ്നാട് വരെ വന്നു. എന്താ ഞാൻ ഗംഗാധര മേനോൻ പറഞ്ഞു, അല്ല എനിക്ക് എന്തെങ്കിലും വിളിച്ചു പറയാനുണ്ടെങ്കിൽ ശിവ നിന്നെ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നോ? അത് വിളിച്ചു പറയാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് നിന്നെ നേരിട്ട് കണ്ട് അതിന് ഒരിത് വേണമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതുപോലെ തന്നെ ബാലചന്ദ്രന് ഫോണിൽ കൂടെ വിളിച്ചു പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അവൻ എന്നെ വന്ന് കണ്ടു. വീട്ടിലേക്കല്ല അവൻ വന്നത്, അവൻ അവിടെ വന്നൊരു ഹോട്ടലിൽ താമസിച്ചിട്ട് അവൻ എന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു. ഞാൻ അവനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് ചെന്നു. അവന്റെ സ്വഭാവം ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ചൊറിഞ്ഞു കയറി വരുന്നുണ്ട്. എന്ത് ചെയ്യാനാ വൈജയുടെ ഈ സ്വഭാവത്തിന്. ഇനിയിപ്പം ബാലനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വാലാട്ടിപ്പട്ടിയെ പോലെ ചെന്ന് നിൽക്കുക. അങ്ങനെയായി പോയല്ലോ. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? ബാലന് ഇവിടം കൊണ്ടൊന്നും അവസാനിപ്പിക്കത്തില്ല ശിവ. അവൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്തിനാണെന്നോ? അയാളെ കണ്ടെത്താൻ വേണ്ടി. സ്റ്റാൻലിയെ കണ്ടെത്താന്. സ്റ്റാൻലിനെ കണ്ടിട്ട് ഇപ്പം ബാലേട്ടന് എന്ത് കിട്ടാനാ ഗംഗേട്ടാന്ന് ചോദിച്ചപ്പം അവനെ കണ്ടിട്ടല്ലേ കിട്ടാനുള്ളൂ. അവനെ കാണണം, അമ്മയ്ക്ക് വേണ്ടാത്ത മകളെ അച്ഛനെ ഏൽപ്പിക്കണം എന്നാണ് അവൻ പറയുന്നത്. അവൻ എന്നോട് അഡ്രസ്സ് ചോദിച്ചു. എന്നിട്ട് ഗംഗേട്ടൻ അഡ്രസ്സ് കൊടുത്തോ? ഞാൻ അഡ്രസ്സ് ആദ്യം കൊടുത്തില്ല, പക്ഷെ അവൻ എന്നോട് ഭീഷണിയുടെ സ്വരത്തിൽ അവൻ ഒരു കാര്യം പറഞ്ഞു. എനിക്ക് അഡ്രസ്സ് കിട്ടിയില്ല എങ്കിൽ അവന്റെ ഭാര്യ, അതായത് സ്റ്റാൻലിയുടെ പണ്ടത്തെ കാമുകി അലീനയുടെ അമ്മ, ഇവരെ അതായത് നമ്മുടെ വൈജയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് വിവരം മനസ്സിലാക്കുന്ന പറഞ്ഞത്. അങ്ങനെ വൈജയോട് അങ്ങനെ ചോദിക്കാൻ ചെന്നു കഴിഞ്ഞാലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശിവൻ പറഞ്ഞു, എത്ര നാള്
എത്ര നാള് മറച്ചു വെക്കും? നമ്മൾ പേടിച്ചു വിറച്ച് നമ്മൾ എത്ര നാള് അലീനയുടെ അമ്മ വൈജയാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ മറച്ച് എത്ര നാൾ വെക്കും? എത്ര നാൾ വെക്കാനായിട്ട് സാധിക്കും? ആ ഒരു സത്യം വൈജ അറിഞ്ഞാല് ചിലപ്പം ഇതിനെല്ലാത്തിനും ഈ ആള് കത്തുന്ന തീ അങ്ങോട്ട് അണഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗംഗാധരമേനോൻ പറഞ്ഞു, നിനക്കറിയില്ലേ ശിവ, നമ്മുടെ പെങ്ങളെ നിനക്കറിയത്തില്ലേ, ഈ ആളി കത്തുന്ന തീ അണയും, പക്ഷെ അത് പുകഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ മിക്കവാറും കെടാൻ പോകുന്നത് വേറെ ആരുമല്ല, വൈജയുടെ ജീവനായിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നതെന്ന്. ഇത് കേട്ടപ്പോഴത്തേക്കും ഗംഗാധരനല്ല ശിവശങ്കരമേനോൻ പറഞ്ഞു, ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? അല്ല, അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് ഇനിയിപ്പം വൈജയുടെ പഴയ കാമുകൻ സ്റ്റാലിയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോകൂലേ? ഇനിയിപ്പം ആ വഴി വൈജ കാര്യങ്ങളൊക്കെ അറിയാലോ. 10-22 കൊല്ലം മുമ്പ് ഒരു വലിയ കൊടും ചതിയാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. കൊടും ചതി എന്ന് പറഞ്ഞാൽ കൊടും ചതിയ. എത്രാമത്തെ പ്രാവശ്യം നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന വൈജ നമുക്ക് സമാധാനം തരുന്നു തോന്നുന്നുണ്ടോ? ഒരിക്കലും സമാധാനം തരുക മാത്രമല്ല, അവളെ ജീവനോടെ കത്തിക്കുക തന്നെ ചെയ്യും. അതുപോലെയുള്ള കാര്യങ്ങളാ, അത്രയ്ക്ക് നുണകളാ നമ്മൾ അവളെ പറഞ്ഞു ധരിപ്പിച്ചതും അവളെ പറഞ്ഞു പിടിപ്പിച്ചതും ഒക്കെ. അവൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ആ കുഞ്ഞ് മരിച്ചു പോയെന്നും അതിനൊരു അനാഥാലയത്തിലാക്കിയെന്നും 28 ദിവസം കഴിഞ്ഞപ്പോൾ അത് മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞു. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആങ്ങളമാരായ നമ്മളെയല്ലേ അവള് കൊല്ലാൻ പോകുന്നത്. അച്ഛനും അങ്ങ് പോയി, നമ്മളെ തന്നെ അവള് കുറ്റം പറയത്തുള്ളൂ. ഈ പറയുന്ന കഥകൾ കേൾക്കുന്നവര് നമ്മളെയല്ലേ കുറ്റം പറയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതിനിപ്പോ എന്തെങ്കിലും ഒരു പരിഹാരം വേണ്ടേ ഗംഗേട്ട? അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? വേറെ ഒന്നും ചെയ്യാനില്ല. അലീനയുടെ കാല് പിടിക്കുക, അവളുടെ കാല് പിടിച്ചിട്ട് പറയുക, ബാലചന്ദ്രനെ കൊണ്ട് മനസ്സ് മാറ്റിപ്പിക്കുക. അലീനയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. അല്ലാതെ ഒരിക്കലും ബാലചന്ദ്രന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല. അലീന ഇതിലെ എന്തെങ്കിലും മുൻകൈ എടുക്കണം. ഇനിയിപ്പൊ അതല്ലാതെ വേറൊരു രക്ഷയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ അലീനയാണ് ഇനിയിപ്പം ഇവർക്ക് ഒരു പിടിവള്ളി എന്ന് പറയുന്നത്. അലീന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തനിക്ക് തന്റെ അച്ഛനെ കാണണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാലിനെ തിരക്കി പോകുകയല്ല ഒരിക്കലും ബാലചന്ദ്രൻ. അപ്പൊ അത് ലക്ഷ്യമാക്കി ഇങ്ങനെ മുന്നോട്ടേക്ക് പോവാ. ഈ സമയത്ത് നമ്മുടെ ഗംഗാധരൻ നേരെ വൈജയനെ കാണാനായിട്ട് റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. വൈജയാണെങ്കിൽ വലിയ താല്പര്യം ഇല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുക. ഗംഗാധരനെ കണ്ട ഉടനെ തന്നെ ഇപ്പം ചോദിച്ചു, എന്താടി നീ എന്താ ഒരു താല്പര്യം ഇല്ലാത്ത മട്ടിലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എല്ലാവർക്കും കൂടെ എന്നെ എങ്ങനെയെങ്കിലും അയാളുടെ തലയെ കെട്ടിവെച്ചാൽ മതിയല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും രക്ഷപ്പെടണം, നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം വേണം, അപ്പൊ എന്റെ സമാധാനം നഷ്ടപ്പെട്ടോട്ടെ എന്നല്ലേ എന്റെ ഏട്ടന്മാരെല്ലാം ചിന്തിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നിനക്ക് എന്ത് സമാധാനക്കേടായിരുന്നടി അവിടെ ഇത്രയും നാളും ഉണ്ടായിരുന്നത്? നീ അല്ലേടി ആ വീട് ഭരിച്ചുകൊണ്ടിരുന്നത്? പാവം ബാലചന്ദ്രൻ പുറകെ നടന്നില്ലേ? നിന്റെ പുറകെ ഒരു വാലാട്ടി പട്ടിയെ പോലെ തന്നെ നിന്റെ പുറകെ നടന്നില്ലേ? നീ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടനുസരിച്ച് അയാൾ ജീവിച്ചു എന്നും പറയാൻ പറ്റത്തില്ല, എങ്ങനെയൊക്കെയോ അയാള് ജീവിച്ചു പോന്നു. ഇപ്പം നീ അയാളുടെ തല തിന്നുന്നത് എന്തിനാ? അതാ ഞാൻ ചോദിക്കുന്നത്. എടി, ഇത്രയും നാള് നീ അയാളുടെ തലയിൽ കയറി ഇന്ന് ജീവിച്ചെങ്കിൽ കുറച്ച് നാളത്തേന് നിനക്കൊന്ന് അടങ്ങത്തില്ലേ? അല്ലെങ്കിൽ നിനക്ക് തന്നെയാ വൈജെ ഏറ്റവും ലാസ്റ്റ് ദോഷം ചെയ്യുന്നത്. ഇപ്പൊ കണ്ടില്ലേ, നിന്റെ മക്കള് നിന്നെ വിട്ടു മാറി നിൽക്കുന്നു, ഇതുപോലെ നിന്നെ പലരും വിട്ടു മാറി നിൽക്കും, നീ നാണം കെടും, അങ്ങനെ ഒരു അവസ്ഥ വരും. ഈ മാറ്റി നിർത്തിയവരെയൊക്കെ നീ തിരിച്ചു പിടിക്കാൻ വേണ്ടി നോക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും മതി ഗംഗേട്ട, നിർത്ത്. അല്ല, ഗംഗേട്ടൻ ഇപ്പൊ അത്രയ്ക്ക് അവിടെ നിന്ന് ബുദ്ധിമുട്ടി വരേണ്ട ഒരാവശ്യമില്ലായിരുന്നു ഇതൊക്കെ പറയാനാണെങ്കിൽ. ഈ വൈജ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഗംഗേട്ടൻ അറിയാലോ, ഈ ബാലചന്ദ്രന് ഒരു അവിഹിതത്തിലും ഉണ്ടായിട്ടില്ല ഒരു മക്കളും. അപ്പോഴത്തേക്ക് നമ്മുടെ ഗംഗാധരമേനോൻ പറഞ്ഞു, അത് ഞങ്ങൾക്ക് അറിയാം, അവന് ഒരവിഹിതത്തിലും ഒരു മക്കളും ഉണ്ടായിട്ടില്ല, അവന് അന്തസ്സുള്ളവരായിരുന്നു, അതുകൊണ്ട് അവൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അന്തസ്സുള്ളവനാ ഇപ്പൊ ഒരു പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. പേരെന്തെന്നോ, നാടെവിടെയെന്നോ, വീടെവിടെയെന്നോ, തള്ളയാരാന്നോ തന്തയാരാന്നോ ഒന്നും അറിയത്തില്ലാത്ത ഏതോ ഒരു പെണ്ണ് ആ വീട്ടിൽ കയറി വന്നപ്പോ കുറച്ച് തൊലിവെളുപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവളെ ഇപ്പൊ കയറ്റി വെച്ചോണ്ടിരിക്കുകയല്ലേ. ആരായിട്ട്? അയാളുടെ കീപ്പായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, വൈജയ, നീ സംസാരിക്കുന്നത് നിർത്തിക്കോ, നിന്റെ ഈ സംസാരം കാട് കയറി പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പം എന്ത് കാട് കയറി പോകുന്നുണ്ടത്? ഞാൻ ഏതായാലും ഇവിടെ ഒരു 2-3 ദിവസം ബുദ്ധിമുട്ടിക്കാൻ ഇവിടെ കാണും. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു വാടക വീട് എടുത്ത് അങ്ങോട്ടേക്ക് മാറും. ആരെയും ഞാൻ ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, നീ ആരെയും ശല്യം ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ബാലചന്ദ്രൻ എല്ലാവരെയും ശല്യം ചെയ്യും, ലാസ്റ്റ് നിന്നെയും ശല്യം ചെയ്യുന്നു പറഞ്ഞപ്പം അയാളെന്നെ ഞൊട്ടും അല്ല വൈജയ്, കാണാം. അയാളുടെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടേ എല്ലാവരും അയാളുടെ വശം മാത്രമേ നിൽക്കത്തുള്ളൂ. അത് നീ ഓർത്തോന്ന് പറഞ്ഞപ്പോ, എന്ത് ശരി? നിങ്ങൾ കുറെ നാളായല്ലോ ശരി എന്ന് പറഞ്ഞത്. അയാൾ എന്ത് ശരിയാ ചെയ്തത്? ഒരു പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതാണോ ശരി? അല്ല, ഈ പറയുന്ന മാലതിയടത്തി
എവിടെന്നെങ്കിലും ഗംഗേട്ടൻ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് വീട്ടിൽ കയറി താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? ഒരിക്കലും സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവള് സമ്മതിക്കൂടി, അവള് സമ്മതിക്കും. കാരണം അവക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഞാൻ ആരെയൊക്കെ വീട്ടിൽ കയറ്റുമെന്നും എന്തിനൊക്കെ വീട്ടിൽ കയറ്റുമെന്നും അവക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് നീ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട. നീ ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ കെട്ടും കിടക്കയൊക്കെ എടുത്തിട്ട് നേരെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് പോവുക, മക്കളുമായിട്ട് അവിടെ സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഇതിവിടെ ഒന്നും നിൽക്കത്തില്ല. ലാസ്റ്റ് നീ തന്നെ വട്ടം ചുറ്റി ഇരിക്കേണ്ട വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗംഗാധരമേനോൻ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. ഏതായാലും ഗംഗാധരമേനോൻ വന്നിട്ട് മുത്തശ്ശിയോടും സംസാരിക്കാൻ പോകുന്നുണ്ട്. മുത്തശ്ശിയോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വൈജയുടെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. മുത്തശ്ശി പറയുന്നത്, ഞാൻ എന്ത് ചെയ്യാനാ മോനെ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്കെങ്കിലും അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ, അമ്മയ്ക്കെങ്കിലും അവളോടൊന്ന് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഏതായാലും ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, ഈ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന എന്റെ വാക്കിന് ആര് വില തരാനാ, ആരും വില തരാനില്ലല്ലോ എന്ന്. ഏതായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്ര മേനോൻ നേരെ കൊളുത്തുപുഴയിലേക്ക് വിട്ടിരിക്കുകയാണ്. അവിടെ ചെന്നു ഒരു ഗ്രാമത്തില് ഒരു വലിയൊരു വീട്, റബ്ബർ തോട്ടത്തിനകത്ത് ഒരു വലിയ വീട്, കുറെ പട്ടികളെയും പിടിച്ചുകൊണ്ട് അവിടെ ഒരാൾ നടന്നിങ്ങനെ പോകുന്നുണ്ട്. ഒരു പട്ടി സ്നേഹിയാണ് കേട്ടോ നമ്മുടെ ഈ സ്റ്റാൻലി എന്ന് പറയുന്നത്. അതിന് കാരണമുണ്ട്. നമ്മുടെ അലീനയ്ക്ക് പട്ടികളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പം ഏതായാലും അവരുടെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ബന്ധം ഉണ്ടല്ലോ, അതങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മളെ കാണിച്ചു തരുന്നത്. അലീനയും ഒരു പട്ടി സ്നേഹിയാണല്ലോ. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം. ഇനിയിപ്പോ സ്റ്റാൻലിയുടെ അടുത്ത് ചെല്ലുന്നതും, സ്റ്റാൻലിയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ നല്ലൊരു മനുഷ്യൻ, സ്റ്റാൻലി ഒരു നല്ല മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ നല്ലൊരു മനുഷ്യനൊക്കെ തന്നെയാണ്. പക്ഷേ പുള്ളിക്കാരന്റെ ജീവിതം അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ആ ഒരു ട്രോമ സ്റ്റേജിലൂടെ ഒക്കെ കടന്നു പോയത് കൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ ഇപ്പം ഒരുപാട് മദ്യപിച്ച് നടക്കുന്ന ഒരു ആളാണ്. പക്ഷെ നല്ലൊരു ബിസിനസ്മാനോ അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക, അത്യാവശ്യം സാമ്പത്തികം ഉണ്ടാക്കാൻ കഴിവുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. അത്യാവശ്യം സാമ്പത്തികം ഉള്ളൊരു മനുഷ്യനാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് വരും. ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.